മഴത്തുള്ളി പബ്ലിക്കേഷൻ്റെ ഈ പരിപാടിയിൽ സംസാരിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി. എന്നോട് ആവശ്യപ്പെട്ടത് എഴുത്തും രാഷ്ട്രീയവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ്. അപ്പം അത് വളരെ പഴക്കമുള്ളൊരു വിഷയമാണ്, ഒരിക്കലും പ്രസക്തി തീരാത്തൊരു വിഷയമാണ്. അപ്പോൾ എഴുത്തുകാരന് രാഷ്ട്രീയം വേണം. രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആളായാൽ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം പോവില്ലേ? പാർട്ടിയുടെ ഒരു വാലായിട്ട് നിൽക്കുന്ന എഴുത്തുകാരൻ എന്തിനാ കൊള്ളുക? അതിനൊരുപാട് ചർച്ചകളുണ്ട്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് നിർവചിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമാവുക. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP, അങ്ങനെ കുറേ പാർട്ടികളുണ്ട്. ഈ പാർട്ടികളിൽ ഒന്നുകിൽ അംഗമാവുക, അല്ലെങ്കിൽ അതിൻ്റെ അനുയായി ആവുക, അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവിയെങ്കിലും ആവുക. അതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയാം. അപ്പം ഞാൻ ഇതിനെയല്ല രാഷ്ട്രീയം എന്ന് പറയാം. ഇതിന് ഒരു പേര് ഞാനിടുന്നത് കക്ഷി രാഷ്ട്രീയം എന്നാണ്. അത് നിങ്ങൾ ഏതോ ഒരു പാർട്ടിയുടെ കൊടി പിടിക്കുന്നു, അല്ലെങ്കിൽ ആ കൊടിയെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ നയപരിപാടികളെ അനുസരിക്കുന്നു, അവർക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ചില ആളുകൾ നിഷ്പക്ഷമാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ അംഗങ്ങളോ അനുയായികളോ ഒക്കെ ആയ ആളുകൾ, നിഷ്പക്ഷന്മാരായ ആൾക്കാരെ പറ്റി പറയുന്നത് എന്താണ്? അങ്ങനെ നിഷ്പക്ഷം എന്നൊരു സാധനം ഇല്ല. എന്താ അത് നിങ്ങൾ നിഷ്പക്ഷമാണ്, നിങ്ങൾ മൗനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും അക്രമത്തെയോ അന്യായത്തെയോ അനീതിയെയോ മൗനം കൊണ്ടെങ്കിലും അനുകൂലിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ അക്രമിക്കെതിരായിട്ട്, അനീതിക്കെതിരായിട്ട്, അന്യായത്തിനെതിരായിട്ട് സംസാരിക്കണം. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? നീതിബോധത്തിനാണ് രാഷ്ട്രീയം എന്ന് പറയുക. നീതിബോധം. ഒരു അക്രമം കണ്ടു, ഒരു അന്യായം കണ്ടു, ഒരു അനീതി കണ്ടു, അപ്പോൾ അതിനെ എതിർക്കുക. അത് മുഹമ്മദ് നബിയുടെ മഹത്തായ ഒരു വചനമുണ്ട്. ഒരു അന്യായം കണ്ടാൽ നീ കൈകൊണ്ട് അതിനെ തടയണം, അത് പറ്റിയില്ലെങ്കിൽ വാക്കുകൊണ്ട് അതിനെ തടയണം, അതും പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ വെടിയണം. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഭാഗമല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ്, ഈ നീതിബോധത്തെയാണ് ഞാൻ രാഷ്ട്രീയം എന്ന് പറയുക. ഈ നീതിബോധത്തെയാണ് ഞാൻ മതം എന്ന് പറയുക. ഈ നീതിബോധത്തെയാണ് ഞാൻ സംസ്കാരം എന്ന് പറയുക. അപ്പോൾ നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജാതിയിൽ വന്ന് പറന്നു, ആ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ജാതിയുടെ ആചാരങ്ങളുണ്ട്, അതിലൊക്കെ വല്ല തരത്തിലോ അനീതിയോ അന്യായം ഉണ്ടോ, അതിനെ എതിർക്കണം. അപ്പോൾ എഴുത്തുകാരൻ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായ വലിയ എഴുത്തുകാരുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മാക്സിം ഗോർക്കി എന്നൊരു എഴുത്തുകാരൻ. അദ്ദേഹം റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ വക്താവായി. അദ്ദേഹത്തിന് ലോകപ്രസിദ്ധമായ അമ്മ എന്നുള്ള നോവൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു കാലത്ത് ബഷീർ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു, കേശവദേവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയായിരുന്നു, തകഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയായിരുന്നു. അങ്ങനെ ഇന്നും പല എഴുത്തുകാരും, ഇപ്പോൾ നമ്മുടെ മരിച്ചുപോയ വലിയ കവി ONV, അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി. അല്ലെ P. ഭാസ്കരൻ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റായി. വയലാർ രാമവർമ്മ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റായി. അപ്പോൾ പാർട്ടി, ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നു പല കവികളും. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം വള്ളത്തോൾ. അദ്ദേഹം ഖദർ ധരിച്ചു, കോൺഗ്രസ്സായി, ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. വലിയ കവി കുമാരനാശാൻ, അദ്ദേഹം SNDPയുടെ പ്രവർത്തകനായിരുന്നു, അതിൻ്റെ സ്ഥാപക സെക്രട്ടറിയാണ്. 16 കൊല്ലം അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിനെയോ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെയോ അനുകൂലിച്ചില്ല. അങ്ങനെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അർത്ഥത്തിൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് സാമൂഹ്യ സ്വാതന്ത്ര്യം. കാരണം എന്താണ്? അയിത്തം
തുടങ്ങിയിട്ടുള്ള ഒരുപടി ജാതിയുടെ പേരിൽ ഒരുപടി അന്യായമായ ആചാരങ്ങൾ, അതിനെ എതിർക്കുകയും തകർക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് എഴുതിയതൊക്കെ. അപ്പോൾ ഇതാണ് കാര്യം. സാമൂഹ്യ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം, ദേശീയ പ്രശ്നം, ഇതൊക്കെ എഴുത്തുകാരൻ്റെ വിഭവങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഭാഷയിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കവി ആശാനാണ്. ആശാൻ ജാതിക്കെതിരായിട്ട് പ്രവർത്തിച്ചു, ജാതിക്കെതിരായിട്ട് എഴുതി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഉദാഹരണ ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ, ഇതൊക്കെ ഇവിടുത്തെ ജാതി ആചാരങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. അതിനെതിരായിട്ട് പ്രവർത്തിക്കായിരുന്നു അദ്ദേഹം തിരുവിതാംകൂറിൽ ശ്രീമൂലം സഭയിൽ അംഗമായിരുന്നു. അദ്ദേഹം 1924 മരിച്ചുപോയി. വള്ളത്തോൾ അദ്ദേഹം ഗാന്ധിയെപ്പറ്റി ഒരു ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ട്, എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അപ്പം അദ്ദേഹത്തിൻ്റെയാണ് പോരാ പോരാ നാളിൽ നാളിൽ ദൂരാ ദൂരാമുയരട്ടെ ഭാരതഷ്മാദേവിയുടെ തൃപ്പതാകകൾ, മുദ്രാവാക്യമായിട്ടുള്ള ആ കാലത്ത് ആവശ്യമുള്ളതാണ്. ആ കാലത്ത് ആവശ്യമുള്ള ഒരു ഇതാണ് നമ്മുടെ മുഹമ്മദ് ഇക്ബാൽ, സാരേ ജഹാൻസെ അച്ഛ ഹിന്ദു സിഥാൻ ഹമാര ഹമാര, സർവ്വ ലോകത്തിലേക്കും വെച്ച് നന്നായിരിക്കുന്നത് നമ്മുടെ ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ള രാജ്യമാണ് എന്ന്. അതുപോലെ ടാഗോറിൻ്റെ കാവ്യങ്ങൾ, സരോജിനി നായിഡുവിൻ്റെ കാവ്യങ്ങൾ, ഒരുപാട് ആളുകൾ. അപ്പോൾ ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് വള്ളത്തോൾ എഴുതിയത്. അദ്ദേഹം ജാതിക്കെതിരായിട്ട് എഴുതിയിട്ടുണ്ട്. ജാതിക്കെതിരായിട്ട് ഉള്ളൂർ, അദ്ദേഹം തിരുവിതാംകൂർ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്രട്ടറി ആയി വലിയ പദവിയിലിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം തുമ്പപ്പൂ എന്ന് പറഞ്ഞിട്ട് ജാതിക്കെതിരായിട്ടൊരു പ്രധാനപ്പെട്ട കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജാതി ആചാരങ്ങൾക്കെതിരായിട്ട്, മതാനുഷ്ഠാനങ്ങൾക്കെതിരായിട്ട്, രാജാധിപത്യത്തിനെതിരായിട്ട്, ബ്രിട്ടീഷ് കോയ്മയ്ക്കെതിരായിട്ട് ഒരുപടി ആളുകൾ. ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമൊന്നുമില്ല. എന്താ അത്? അദ്ദേഹം 1876 ബദർ പടപ്പാട്ട് എഴുതുന്നത്. അപ്പോൾ അല്ലെ ഒഹിദ് എഴുതും, ഹിജറ എന്നുള്ള കാവ്യത്തെ എഴുതി പകുതിയായിട്ടുണ്ട്. മലപ്പുറം പടപ്പാട്ട് എഴുതും. അതിലൊക്കെ പ്രത്യക്ഷമായിട്ട് നിങ്ങൾ ബ്രിട്ടീഷുകാരോട് എതിർക്കണം എന്നില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിലെ സന്ദേശം അതാണ്. വള്ളത്തോൾ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ എടുക്കും. ഉദാഹരണം പറഞ്ഞാൽ ശിഷ്യനും മകനും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം. എന്തായാലും കഥയൊന്നുമില്ല. പരമശിവൻ്റെ മകനാണ് ഗണപതി, പരമശിവൻ്റെ ശിഷ്യനാണ് പരശുരാമൻ. അപ്പോൾ ഈ പരശുരാമനാണ് മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് കേരളം ഉണ്ടാക്കി എന്ന ഐതിഹ്യ കഥയിലെ നായകൻ. അപ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നുമില്ല, കൈലാസത്തിൽ ചെന്നു പരശുരാമൻ. അപ്പം എന്താണ്? അപ്പോൾ പരമശിവനും പാർവതിയും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനും പത്നിയും ഉറങ്ങുകയാണ്, ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ വാതിൽക്കൽ കാവൽ നിൽക്കുന്നത് ഗണപതിയാണ്. ഗണപതി ദൈവമാണ്, ഇവരുടെ ഉമാ മഹേശ്വരന്മാരുടെ പുത്രനുമാണ്. അപ്പോൾ പരശുരാമൻ ഇയാളുടെ സംഭവം നോക്കാതെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്തു പറഞ്ഞു ഗണപതി? പോകാൻ വരട്ടെ, വിടില്ല കടന്നുകൂടാ എന്ന്. അപ്പോൾ പരശുരാമൻ്റെ വാദം എന്ന് വെച്ചാൽ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ശിഷ്യൻ എപ്പോഴും ചെല്ലാം, അതിന് ആരുടെയും സമയം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പോകാൻ വരട്ടെ, വിടില്ല കടന്നുകൂടാ, പിന്നെ പിടിയും വലിയും തുടങ്ങി. അപ്പോൾ പരശുരാമൻ ദേഷ്യം വന്നു. അപ്പോൾ പരശു എന്ന് പറഞ്ഞാൽ വെൺമഴുവാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വെൺമഴുണ്ട്. നമ്മളിപ്പോൾ ഈ മൊബൈലൊക്കെ കൊണ്ടു നടക്കുന്ന മാതിരി എപ്പോഴും ഒരു വെൺമഴയായിട്ട് നടക്കുന്ന ആളാണ് പരശുരാമൻ. അതുകൊണ്ട് ഗണപതിയുടെ ഇടത്തെ കൊമ്പ് മുറിച്ചു കളഞ്ഞു. അതാണ് വള്ളത്തോൾ പറയുന്നുണ്ട്, അക്കൊമ്പി ഭക്തന്റെ ഇടത്തു കൊമ്പോ നിർഘാത ഘോരാരവമായി നിലത്തും എന്നാണ്. അപ്പോൾ അതിൻ്റെ ബഹളമായി പിന്നെ ശിവനും പാർവതിയൊക്കെ വന്നു നോക്കുമ്പോൾ വലിയ ബഹളമാണ്. എന്താ?
പാർവതിക്ക് ഭയങ്കരമായി സങ്കടം വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്ന് ഇതാനി ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി, എന്നാൽ അതൊന്ന് നൽകി അനുഗ്രഹിക്കാം എന്നാണ്. കാരണം മകൻ്റെ ഒരു കൊമ്പ് ഒടിച്ചിട്ട് ഇന്നും കാണാം ഗണപതിയുടെ ശില്പത്തിൽ ഇടത്തെ കൊമ്പില്ല. അങ്ങനെ അപ്പോൾ അവിടെ എന്തിനാ ഈ കഥ ഒക്കെ പറഞ്ഞത്? കഥ പറഞ്ഞത് വള്ളത്തോള് പറഞ്ഞത് അതിലൊരു വരി അദ്ദേഹം എഴുതും. എന്താണ്? വല്ലായ്മ ദേവകൾ പെടുത്തുവതും സഹിപ്പൊന്നായിരുന്നില്ല അഹ ഭാരതപൂർവരക്തം. പണ്ടത്തെ ഭാരതീയര് അവർക്ക് വല്ലായ്മകൾ ഉണ്ടാക്കുന്നത് ദേവന്മാരാണെങ്കിൽ പോലും സഹിച്ചിരുന്നില്ല എന്ന് പറയും. അതൊരു സൂചനയാണ്. അതായത് ബ്രിട്ടീഷുകാരെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളത്. അതിൽ പ്രത്യക്ഷ രാഷ്ട്രീയമൊന്നുമില്ല. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛനും മകളും എന്നുള്ള കാവ്യം, അതിലൊക്കെ വിശ്വാമിത്രനും ശകുന്തലയൊക്കെയാണ് വരുന്നത്. ഇന്നത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ആശാനാണെങ്കിൽ ബുദ്ധൻ്റെ കാലത്തെ കഥകളാണ് പറയാം. ഇപ്പോൾ ചണ്ടാലഭിഷുകി. അപ്പോൾ അതിൽ ഒരു ഘട്ടത്തിൽ ബുദ്ധൻ പറയുന്നുണ്ട്, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ. ഞാൻ പറയുന്നത് അന്യായത്തെയോ അക്രമത്തെയോ അനീതിയെയോ എതിർക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ പണി. അപ്പോൾ എഴുത്തിന് എപ്പോഴും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമല്ലാത്ത എഴുത്ത് അവരെന്താ രാഷ്ട്രീയം എന്നുള്ളത് ഞാൻ ആവർത്തിക്കാതെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് നീതിബോധമാണ്. ആ നീതിബോധം എന്നുള്ള സാധനമാണ് എഴുത്തായിട്ട് മാറുന്നത്. ഞാൻ ഇവിടുത്തെ ആദികാവ്യത്തിൻ്റെ കഥ പറയാം. ആദികാവ്യമായിട്ട് അറിയപ്പെടുന്നത് രാമായണമാണ്. ആദികവി വാൽമീകിയാണ്. അപ്പോൾ എന്താ ഉണ്ടായത്? അപ്പോൾ അതിനൊരു പ്രത്യക്ഷ കാരണം ഉണ്ടായി. എണചേരുന്ന ക്രൗഞ്ചപ്പടകളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പ ചെയ്ത് കൊന്നു എന്നാണ്. അപ്പോൾ അത് കണ്ട് മനസ്താപം ഉണ്ടായിട്ട് കാട്ടാള അരുതേ മാ നിഷാദ എന്ന് പറഞ്ഞ് മുനി വാൽമീകി അത് തടഞ്ഞു എന്നാണ്. പിന്നെ ആ താളത്തിൽ രാമായണ കഥ വാർന്നു വീണു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ദുഃഖത്തു നിന്നാണ് വാൽമീകി രാമായണം ഉണ്ടായത് എന്ന് പറയും. ശ്ലോകം ശോകമായി എന്ന് പറയും. ശ്ലോകത്വമാകത എന്ന ശ്ലോകമത്രേ മറിച്ചാക ശോകാവേശന തോന്നിമേ എന്ന് വാൽമീകി പറഞ്ഞായിട്ട് നമ്മുടെ കവി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഥകളാണ്. അപ്പോൾ ആ കഥയുടെ അവസാനത്തിൽ വാൽമീകി രാമായണം അവസാനിക്കുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ, അതിൻ്റെ അവസാന ഭാഗത്ത് രാമൻ അന്യായമായി ഉപേക്ഷിച്ച സീതയെയും തൻ്റെ ആശ്രമത്തിൽ അവൾ പെറ്റ ഇരട്ട കുട്ടികളെയും കൂട്ടിയിട്ട് വാൽമീകി അവിടെ ചെല്ലുകയാണ്. എവിടെ? രാജദർബാറിൽ. ഏത് രാജദർബാർ? കോസലത്തിലെ അധിപതിയാണ് രാമൻ. അയോധ്യയാണ് അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരി. അദ്ദേഹം ആരാണ്? അദ്ദേഹം വിഷ്ണുവിൻ്റെ അവതാരമാണെന്നാണ് വിശ്വാസം. ദൈവമാണ്. പിന്നെ വലിയ പരാക്രമിയാണ്. രഘുകുലത്തിൽ പിറന്നവനാണ്. ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകനാണ്. 3 ലോകത്തെയും കരയിച്ച രാവണൻ എന്ന് പറയുന്ന മഹാപരാക്രമിയായ രാക്ഷസനെ സേതു ബന്ധിച്ച് ലങ്കയിൽ ചെന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കൊന്ന് തൻ്റെ ഭാര്യയെ വീണ്ടെടുത്ത പരാക്രമിയാണ്. ആ പരാക്രമിയുടെ കേട്ടോ ലോകം മുഴുവൻ അദ്ദേഹത്തിന് മുമ്പിൽ നടുങ്ങി നിൽക്കുന്ന ഒരാളാണ് രാമൻ. ചെറിയ ആളല്ല. അവിടെ ചെന്നിട്ട് വാൽമീകി പറയാണ്, അല്ലയോ മഹാരാജൻ, 1000 ആണ്ടുകളുടെ എൻ്റെ തപശക്തി മുഴുവൻ ഞാൻ അങ്ങയുടെ മുമ്പിൽ പണയം വയ്ക്കാം. അങ്ങ് പറയൂ, ഈ പെൺകുട്ടി സീത അങ്ങയോട് അറിഞ്ഞോ അറിയാതെയോ വല്ല അപരാധവും ചെയ്തിട്ടുണ്ടോ? ഒരു ഘട്ടം കഴിയുമ്പോൾ രാമൻ ഏറ്റു പറയാണ്. ആരോടാ പറയുന്നത്? വാൽമീകിയോടാ പറയുന്നത്. ആരാത്? അദ്ദേഹം അവിടുത്തെ മന്ത്രിയോ പണ്ഡിതനോ പ്രതിപക്ഷ നേതാവോ ഒന്നുമല്ല. അദ്ദേഹം കാട്ടിക്കിടക്കുന്ന ഒരു കാട്ടാളനായിരുന്നു, പിന്നെ താപസനായി, പിന്നെ കവിയായി. അദ്ദേഹത്തോട് പറയാണ്, അപാപയാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ലോകാപവാദം ഭയന്നിട്ടാണ് ഞാൻ സീതയെ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് അങ്ങെന്നോട് പൊറുക്കണം എന്ന് ഈ കവിയുടെ മുമ്പിൽ, എഴുത്തുകാരൻ്റെ മുമ്പിൽ മഹാരാജാവ് ക്ഷമ പറഞ്ഞു എന്ന് വാൽമീകി രാമായണത്തിലുണ്ട്. സീതയും കൂട്ടി ഈ വാൽമീകിയാണ് പിന്നെ രാമൻ്റെ ദർബാറിൽ വരുന്നത്. അവൾ പറഞ്ഞത്, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ എൻ്റെ ഭർത്താവിനോട് അറിഞ്ഞോ അറിയാതെയോ ഒരു അപരാധവും ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ ഈ സമയത്ത് ഭൂമിയിലേക്ക് ആണ്ടുപോട്ടെ എന്നാണ്.
അവൾ ആണ്ടുപോയി എന്നാണ് കഥ. അപ്പോൾ രാമനെ വാഴ്ത്താൻ വേണ്ടി എഴുതിയ പുസ്തകമല്ല രാമായണം, രാമനെ വിമർശിക്കാൻ വേണ്ടി എഴുതിയതാണ്. രാമനെ വിമർശിക്കാൻ വേണ്ടി എഴുതിയതാണ്. അത് രാമായണം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് എന്നും എഴുത്തുകാരൻ്റെ പണി. വൈലോപ്പിള്ളി പറയും, എഴുത്തുകാരൻ എന്നും പ്രതിപക്ഷത്താണ്. ആര് ഭരിച്ചാലും മതപൗരോഹിത്യത്തിനെതിരാണ്, രാജാധിപത്യത്തിനെതിരാണ്. ഇവിടുത്തെ ജനാധിപത്യത്തിൽ തന്നെ പ്രതിപക്ഷത്താണ് എഴുത്തുകാരൻ്റെ സ്ഥാനം. അല്ലാതെ ഈ രാജാക്കന്മാരെ വാഴ്ത്തുക അതുണ്ട്, അങ്ങനത്തെ കവികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, ഭാഷയുടെ പിതാവായിട്ട് നമ്മൾ ആദരിക്കുന്ന എഴുത്തച്ഛൻ, അദ്ദേഹം 16-ാം നൂറ്റാണ്ടുകാരനാണ്. അദ്ദേഹം ഒരിക്കലും ഒരു രാജാവിന് സദസ്സിൽ പോയിട്ടില്ല, ഒരു രാജാവിനെ അദ്ദേഹം വാഴ്ത്തിയിട്ടില്ല. അദ്ദേഹം ദൈവമാണ് എന്ന് വിചാരിച്ച രാമനെ മാത്രമേ വാഴ്ത്തിയിട്ടുള്ളൂ. ആ കാലത്ത് ജീവിച്ച ഒരാളാണ് പൂന്താനം. അദ്ദേഹത്തിൻ്റെ കൃതികളിലൊന്നും രാജസ്തുതികളില്ല. രാജാക്കന്മാരെ പറ്റി അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ മനുഷ്യരെ പറ്റി, പിന്നെ അവരുടെ ഈ സമ്പന്നന്മാരെ പറ്റി, അവരുടെ പിന്നാലെ നടക്കുന്ന സ്ഥാനമാനങ്ങൾ കേട്ടോ, അങ്ങനെ പറയും, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്ന ഇതു ചിലർ എന്ന് പൂന്താനം അന്ന് ഈ ലളിത മലയാളത്തിൽ പറയും. അപ്പോൾ ആലോചിച്ച് മോയിൻകുട്ടി വൈദ്യര്, അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള വിശുദ്ധ പുരുഷന്മാരെ അല്ലാതെ ആരെയും അദ്ദേഹം വാഴ്ത്തുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ടിലെ അദ്ദേഹം രാജസദസ്സിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അപ്പോഴും രാജാക്കന്മാരെ കളിയാക്കും. ഇപ്പോൾ അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോൾ മഹാരാജാവ് ഒരിക്കൽ വെറുതെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നല്ല അമ്പലപ്പുഴ പാൽപ്പായസം അത് കഴിച്ചിട്ട് രാജാവ് മാറ്റി വെച്ചു. എന്താ ഇത് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാജാവ് കഴിക്കുന്നു എന്ന് പറഞ്ഞല്ലേ, എല്ലാവരും കഴിക്കുന്നു എന്ന് പറഞ്ഞു, എല്ലാവരും മാറ്റി വെച്ചു. കുഞ്ചൻ നമ്പ്യാർ സുഖമായിട്ട് കഴിച്ചു. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താ കഴിക്കുന്നില്ലേ? അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, അടിയന് പാൽപ്പായസത്തിൻ്റെ കയ്പ് വളരെ ഇഷ്ടമാണ്. രാജാവിന് സേവ പറയല്ല കവിയുടെ പണി, രാജാവിന് സേവ പറയല്ല പണ്ഡിതന്മാരുടെ പണി. അത് ഒരു പേർഷ്യൻ ചക്രവർത്തിയുടെ സദസ്യനായിരുന്ന സാദി എന്ന കവിയെപ്പറ്റി ഗംഭീരമായൊരു കഥയുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, കവിയാണ്, മഹാരാജാവിൻ്റെ പ്രിയ സുഹൃത്താണ്. അപ്പം എന്തു പറ്റി? മഹാരാജാവ് പറഞ്ഞതിനെതിരായിട്ടൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കേട്ടോ. ഇന്നും വലിയതൊന്നും വേണ്ട, ഇപ്പോൾ ഇവിടുത്തെ പാർട്ടിയിലെ CPM-ലെയോ കോൺഗ്രസിലെയോ ലീഗിലെയോ ഒരു നേതാവ് പറഞ്ഞതിനെതിരായിട്ട് ഒരു വർത്തമാനം പറഞ്ഞാൽ ആ പാർട്ടിയുടെയോ ആ പാർട്ടി കൊണ്ടു നടക്കുന്ന ഗവൺമെൻറ്റിൻ്റെയോ പിന്തുണയോ സഹകരണമൊന്നും പിന്നെ എഴുത്തുകാർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് എഴുത്തുകാർ പൊതുവേ പേടിക്കൊടലന്മാരാ. എല്ലാവരും നല്ല പറഞ്ഞേ. അടിയന്തരാവസ്ഥ കാലത്ത് അതിനെ എതിർത്ത് എത്ര കുറച്ച് എഴുത്തുകാരുള്ളൂ ഇന്ത്യയിൽ, എത്ര കുറച്ച് എഴുത്തുകാർ. അതിന് ജയ പാടാൻ എത്രയോ ആളുണ്ടായിരുന്നു. ആണ് സ്ഥിതി. ഞാൻ പറഞ്ഞു വന്നത് സാദിയുടെ കഥയാണ്. അപ്പം മഹാരാജാവ് പറഞ്ഞതിനെതിരായിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അദ്ദേഹത്തിന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ രാജസദസ്യൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അദ്ദേഹം പോയി. പിന്നെ ഒന്നുമില്ല. പക്ഷെ രാജാവിനൊരു ഖേദമുണ്ടായിരുന്നു. കാരണം തൻ്റെ സുഹൃത്താണ്, പണ്ഡിതനാണ്, നല്ല കവിയാണ്. അപ്പോൾ ഒരിക്കൽ രാജാവും മന്ത്രിയും കൂടി നായാട്ട് കഴിഞ്ഞ് വരുമ്പോൾ, പണ്ട് രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറഞ്ഞാൽ നായാട്ടാണല്ലോ. നായാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ രാജാവ് കുതിരപ്പുറത്ത് നിന്ന് കാണുകയാണ് തൻ്റെ പഴയ സദസ്യനായിരുന്ന സാദി, കവി, പണ്ഡിതൻ അവിടെ ഒരു മരത്തിൻ്റെ കൂട്ടിൽ ഇങ്ങനെ ചാമ കടിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ മന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്താപമുണ്ടായി. അദ്ദേഹത്തെ പോയി വിളിച്ച് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രി എന്ന് വിളിച്ചപ്പോൾ സാദി പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് എൻ്റെ അഭിപ്രായം പറയാതെ അവിടെ മഹാരാജാവ് പറഞ്ഞതിനൊക്കെ മൂളിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം മന്ത്രി ചോദിച്ചു, അന്ന് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിന് എതിര് പറയാതിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു ഗ്രാമത്തിലെ ഒരു വൃക്ഷഛായയിലിരുന്ന് ചാമയും ചവച്ചുകൊണ്ടിരിക്കേണ്ട ഗതികേട് വരുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ സാദി തിരിച്ചു ചോദിച്ചു,
നീ ഇങ്ങനെ അവൻ പറഞ്ഞതിനൊക്കെ മൂളി അവൻ എതിര് പറയാതെ ഇരുന്നെങ്കിൽ അവിടുത്തെ ആ രാജകൊട്ടാരത്തിലെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നതിന് പകരം സ്വതന്ത്രമായി ഇവിടെ ഇരുന്ന് ഈ ചാമയും ചവച്ചിരിക്കാൻ പറ്റുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പോയില്ല. അതാണ് എഴുത്തുകാരൻ്റെ, കവിയുടെ, പണ്ഡിതൻ്റെ ഒക്കെ യഥാർത്ഥ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മഹാകവി കാളിദാസനെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി വിമർശിക്കുന്നുണ്ട്. എന്താണ്? എല്ലാവരും കാലത്തിൻ്റെ കണ്ണാടി എന്നുള്ള മുണ്ടശ്ശേരിയുടെ പ്രസിദ്ധമായ പുസ്തകം, അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-ാമത്തെ ലേഖനമാണ് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞിട്ട്. ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും പ്രണയകഥ മഹാഭാരതത്തിലുള്ളതാണ്. അതിൽ ഇയാൾ പ്രേമിച്ചു, അവളെ പ്രാപിച്ചു, തിരിച്ചു പോന്നു, പിന്നെ തിരിഞ്ഞു നോക്കിയില്ല, അയാളത് കളഞ്ഞു. അതൊക്കെ അന്നത്തെ രാജാക്കന്മാർക്കും ഇന്ന് പോലും പണക്കാർക്കും വളരെ സാധാരണമായ സ്വാഭാവികമായൊരു കാര്യമാണ്. ഇന്ന് പോലും രാഷ്ട്രീയക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് ഈ ശകുന്തളയെ മറന്നുപോയത് എന്നുള്ളതിന് കാളിദാസൻ ഒരു ന്യായം ഉണ്ടാക്കി, മൂലകഥയിൽ ഇല്ലാത്തൊരു സന്ദർഭം ഉണ്ടാക്കി. എന്താണ്? മഹാകോപിഷ്ഠനായ മുനിയാണ് ദുർവാസാവ്. ദുർവാസാവിൻ്റെ ശാപം. അപ്പം ഇവൾ അദ്ദേഹത്തെ കണ്ട് വന്നിക്കാത്തതുകൊണ്ട് നീ ആരെ ഓർത്തിരിക്കുന്നു, അവൻ നിന്നെ മറന്നുപോട്ടെ എന്ന് ശപിച്ചു എന്നാണ്. ആ ശാപം കൊണ്ടാണ് ദുഷ്യന്തൻ മറന്നുപോയത്, അല്ലെങ്കിൽ അദ്ദേഹം മറന്നു പോകുന്ന ആളല്ല എന്ന് രാജാവിനെ വെള്ള വീശി കാണിക്കുകയാണ് കാളിദാസൻ ചെയ്തത്. അദ്ദേഹം ഒരു രാജസദസ്സിലെ സദസ്യനായിരുന്നു. അദ്ദേഹത്തെ പറ്റി അങ്ങനെയാണ് കഥ. അപ്പോൾ മുണ്ടശ്ശേരി കാളിദാസന് പോലെ ഇന്ന് വിടുതി കൊടുത്തിട്ടില്ല. കാളിദാസൻ ചെയ്തത് രാജാവിനെ ന്യായീകരിക്കുകയാണ് എന്നായിരുന്നു മുണ്ടശ്ശേരിയുടെ ആക്ഷേപം. അപ്പം ഇത് പല കാലത്തും ഉണ്ട്. അതായത് രാജാക്കന്മാർ, സമ്പന്നന്മാർ, ജന്മിമാർ, നാടുവാഴികളെ ഒക്കെ വാഴ്ത്തിപ്പാടുക. അപ്പോൾ രാജാക്കന്മാർ 3 കൂട്ടരെയാണ് വാഴ്ത്തുക. കവികൾ 3 കൂട്ടരെ വാഴ്ത്തുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ദൈവങ്ങളെ, വേറെ ഒന്ന് ഈ സമ്പന്നന്മാരെ രാജാക്കന്മാരെയോ, പിന്നെ സുന്ദരികളെ. അപ്പോൾ ഇതൊക്കെ ഒന്നുകിൽ ധനം അല്ലെങ്കിൽ ലൈംഗികത, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയല്ലാതെ അവനവൻ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി ആണ് വാസ്തവത്തിൽ എഴുത്തുകാർ ജീവിക്കേണ്ടത്. മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമായ ഖുർആനിൽ കവികൾ എന്നൊരു അധ്യായമുണ്ട്. അതിൽ കവികളെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശിക്കുന്നത് എന്തിനാ വെച്ചാൽ, മലയടിവാരങ്ങളിൽ ചുറ്റി നടക്കുന്ന കവികളെ നീ കാണുന്നില്ലേ? തങ്ങൾ പറയാത്തതാണല്ലോ അവർ പ്രവർത്തിക്കുന്നത്, അവർ പ്രവർത്തിക്കാത്തതാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ പറച്ചിലും പ്രവൃത്തിയും ഒന്നിച്ചു പോകണം എന്നുള്ള ഒരു മൂല്യബോധത്തിലാണ് ഖുർആൻ അവരെ വിമർശിക്കുന്നത്. അപ്പോൾ കവികൾ സത്യത്തെപ്പറ്റിയോ നീതിയെപ്പറ്റിയോ ഒക്കെ പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിലും കാണണം. ജീവിതത്തിൽ കാണുക പറഞ്ഞാൽ എഴുത്തിലത് കാണണം. കവിയുടെ ജീവിതം എന്ന് പറയുന്നത് എഴുത്താണ്, അല്ലാതെ വ്യക്തി ജീവിതമല്ല. അപ്പോൾ അതിൽ ഒരു അനീതി ചെയ്യുന്ന ഒരാളെപ്പറ്റി അനുകൂലിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നിഷ്പക്ഷത പാടില്ല എഴുത്തുകാരന്. അയാൾ ആരുടെ ഭാഗത്താണ്? അയാൾ ആക്രമിക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിലാണ്. ഒരു മൗമനബി പറയുന്നുണ്ട്, മർദ്ദിതരുടെ പ്രാർത്ഥനയെ പേടിക്കുക, അവർക്കും അള്ളാഹുവിനിടയിൽ യാതൊരു മറയുമില്ല എന്നാണ്. അപ്പോൾ ചൂഷിതരുടെ കൂടെ, മർദ്ദിതരുടെ കൂടെ, അവഗണിക്കപ്പെട്ടവരുടെ കൂടെ, സ്ത്രീകളുടെ കൂടെ, ന്യൂനപക്ഷങ്ങളുടെ കൂടെ, അതുപോലെ ആക്രമിക്കപ്പെട്ടവരുടെ കൂടെ ആ ഭാഗത്ത് നിൽക്കുക. അതാണ് എഴുത്തുകാരൻ്റെ പക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ അയാളൊരു പാർട്ടി ചേർന്നിട്ട് ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട്, അവർ ചെയ്യുന്നതിനും ഉണ്ടാതിരിക്കുക, അങ്ങനെയല്ല. അതല്ല, അയാൾക്ക് വേറെ പാർട്ടിയില്ല. ഏതാ പാർട്ടി? ഈ മർദ്ദിതൻ്റെ പാർട്ടിയാണ് അയാൾ. അപ്പോൾ ഇതാണ് എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എഴുത്തിനൊരു രാഷ്ട്രീയമുള്ളൂ. അതെന്താണ്? അത് ഏത് കാലത്തും ഏത് നാട്ടിലും ഏത് സാഹചര്യത്തിലും അത് മർദ്ദകർക്കെതിരാണ്, ചൂഷകർക്കെതിരാണ്, പൗരോഹിത്യത്തിനെതിരാണ്. എന്താ പൗരോഹിത്യത്തിൻ്റെ കുഴപ്പം? പൗരോഹിത്യം എപ്പോഴും ദൈവത്തിൻ്റെയും
വിശ്വാസികളുടെയും ഇടയിലുള്ള ഒരാളായി നിന്നിട്ട് അവരെ ചൂഷണം ചെയ്യുക. ഈ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആരാ? പുരോഹിതന്മാരാണ് എല്ലാ മതവിഭാഗത്തിലും. അപ്പം എന്താ കാര്യം? അവർക്ക് ഇതിങ്ങനെ ഈ സ്ഥിതി തുടർന്നു പോയാൽ മാത്രമേ അവരുടെ സ്വാർത്ഥം, അവരുടെ താല്പര്യങ്ങൾ നടപ്പാവുകയുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ തരത്തിലുള്ള ഇപ്പോൾ പുരോഹിതന്മാർ തന്നെ രാജാക്കന്മാരായിട്ടുണ്ട്. ഇപ്പോൾ മാർപ്പാപ്പ ഒറ്റയ്ക്കൊരു രാജാവാണ്, ചെറിയ രാജ്യമാണ്. വത്തിക്കാൻ എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര രാഷ്ട്രമാണ്. പിന്നെ പലയിടത്തും പണ്ടിപ്പോൾ ഇവിടെ ആണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിൽ ശ്രീരാമൻ്റെ മേലെ ഒരാളുണ്ട്. ആരാത്? വസിഷ്ഠനാ, രാജഗുരു എന്ന് പറയും, രാജഗുരു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് നടപ്പാവുക. അപ്പോൾ ഇന്ന് പലയിടത്തും ഈ മതപൗരോഹിത്യം അധികാരം നേടാൻ ശ്രമിക്കുന്നുണ്ട്, അധികാരികൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലായുള്ള ഗുണം എന്താ വെച്ചാൽ പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇത് ദൈവത്തിൻ്റെതാണ്. പോളണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ചോദ്യം എന്തിനാ? അത് ചോദ്യം ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ കലാകാരന്മാരുടെ പണി എന്ന് പറയുന്നത് മിക്ക സമയത്തും ഈ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുകയും പാരമ്പര്യത്തെ ഭഞ്ജിക്കുകയും ചെയ്യാം, അത് ബ്രേക്ക് ചെയ്യാം. എല്ലാ കാലത്തും അങ്ങനെയാണ്, എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്, എല്ലാ സമുദായത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കലാകാരൻ എന്നുള്ള ഒരു പ്രത്യേക വിഭാഗമാണ്. അതായത് ഇപ്പോൾ സാഹിത്യം 64 കലകളിലൊന്നാണ്. അതെന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? 2 സാധനം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് ആനന്ദം ഉൽപ്പാദിപ്പിക്കും. കാരണം നമ്മൾ പറയുന്ന മാതിരി അല്ലാതെ വേറെ മട്ടില്ല പറയാം. ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഇക്ബാലിൻ്റെ 2 വരി കവിത പറയാം. ദൈവത്തോട് പറയാണ്, നീ രാവ് സൃഷ്ടിച്ചു, ഞാൻ വിളക്ക് കണ്ടുപിടിച്ചു. കണ്ടോ, ഒരു ഭംഗിയുണ്ട്, കേൾക്കാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ മൗലൂദ് പറയും എന്താണ്? ഇതാ അശ്റക്കൽ ബദ്റു അലൈന മിൻ സാനിയത്തിൽ വിദാൾ എന്ന താഴ്വാരത്തിലൂടെ ഇതാ ഞങ്ങളുടെ മേൽ പൂർണ്ണചന്ദ്രൻ വന്ന് ഉദിച്ചിരിക്കുന്നു എന്നാണ്. ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ. അപ്പോൾ മുഹമ്മദ് നബി വന്നു എന്നൊരു സാധാരണ വാക്യം പറയല്ല അത്. അശ്റക്കൽ ബദ്റു അലൈന മിൻ സാനിയത്തിൽ വിദാൾ. അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് ഭംഗി, സൗന്ദര്യം സൃഷ്ടിക്കുക, ആനന്ദം ഉണ്ടാക്കുക. പിന്നെ തീർച്ചയായിട്ടും അത് പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അതിൻ്റെ സഹജ പ്രകൃതിയാണ്. ചിത്രകലയാണെങ്കിലും ശില്പകലയാണെങ്കിലും നൃത്തകലയാണെങ്കിലും സംഗീതകലയാണെങ്കിലും പ്രസംഗകലയാണെങ്കിലും ഒക്കെ അത് പാരമ്പര്യത്തെ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്ത ഒരു 7-ാം നൂറ്റാണ്ടിൽ നബിയുടെ കാലത്തും ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തൊക്കെ ജീവിച്ച ഒരാളുടെ പേര് ഞാൻ പറയാം, അബൂദറുൽ ഗിഫാരി. സാധാരണ നമ്മൾ സാറിന് കേൾക്കുന്ന ഒരു പേരല്ല അത്. ഗഫാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരാണ്. അത് ബദർ പടപ്പാട്ടിൽ അബൂ സുഫിയാൻ്റെ സന്ദേശമായിട്ട് ബദറിലേക്ക് വരുന്ന ആട് ലംലംന, ഉളരിയുടെയും ലംലമുൻ നാക്കത്തേറി നടക്കുന്നതെന്ന. ആ ലംലം ഈ ഗഫാർ ഗോത്രക്കാരനാണ്. അപ്പോൾ അബൂബദർ പ്രസംഗകനാണ്. അപ്പോൾ അബൂദറിനെ പറ്റി നബി ഒരിക്കലും പറയണ്ടായി, ആകാശത്തിൻ്റെ മേലാപ്പിന് കീഴെയും ഭൂമിയുടെ വിരിപ്പിന് മേലെയും അബൂദറിനോളം സത്യസന്ധനായി ആരുമില്ല. അപ്പോൾ ഒരു ഘട്ടത്തിൽ 3-ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദ്ദേഹത്തെ നാട് കടത്തേണ്ടി വന്നു. അങ്ങനെ നാട് കടത്തപ്പെട്ട് മരുഭൂമിയിൽ ഉൾപ്രദേശത്ത് റദബ എന്ന് പേരായ ഒരു കുഗ്രാമത്തിലാണ് അബൂദറുൽ ഗിഫാരി. ഏത് അബൂദറിനെ പറ്റി ഇത്രമേൽ സത്യസന്ധനാണ് എന്ന് നബി പറഞ്ഞു, ആ അബൂദർ മരിച്ചുപോയി. കാരണം അദ്ദേഹം ഇവരെ ആരെയും വിലവെച്ചില്ല. ഒരു ഖലീഫയും ഒരു ഗവർണർ അദ്ദേഹം വിലവെച്ചില്ല. ഡമാസ്കസിലെ ഗവർണർ മുആവിയ വളരെ ഗംഭീരമായൊരു സൗധം പണിയുമ്പോൾ അദ്ദേഹം മുആവിയയുടെ മൗത്ത് നോക്കി പറയുന്നുണ്ട്, മുആവിയ, ഇത് പൊതുഖജനാവിലെ ബൈത്തുൽ മാലിലെ സമ്പത്താണെങ്കിൽ അഴിമതിയാണ്, നിന്റെ സ്വന്തം പണമാണെങ്കിൽ ധൂർത്താണ്, രണ്ടും അനിസ്ലാമികമാണ്. ആ തരത്തിലുള്ളൊരു പ്രഭാഷകനാണ് അബൂദർ. അങ്ങനെ ഇപ്പം ക്രിസ്തുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് സ്നാപക യോഹന്നാൻ എന്നൊരു വിമർശകനുണ്ട്. അദ്ദേഹം അവിടുത്തെ രാജാക്കന്മാരെയും മന്ത്രിമാരെയും രാജ്ഞിമാരെയൊക്കെ വിമർശിക്കും. ഈ അബൂദറും സ്നാപക യോഹന്നാനൊക്കെ ഒരേ വംശമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
സ്വകാര്യ സമ്പത്ത് ഒരു സ്ഥലത്ത് കുമിഞ്ഞുകൂടുന്നതിനെതിരായിട്ട് അബൂദർ പ്രസംഗിച്ച റെക്കോർഡ് കണ്ടിട്ട് ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ 7-ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചായിട്ട് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതായത് അധികാരത്തെ, ധനപ്രമത്തതയെ, യാഥാസ്ഥിതികതയെ, അത് ഉൽപ്പാദിപ്പിക്കുന്ന അക്രമത്തെയും അന്യായത്തെയും അനീതിയെയും നിരന്തരം ചോദ്യം ചെയ്യുന്നതിനാണ് രാഷ്ട്രീയം എന്ന് പറയുക. അത് തന്നെയാണ് കല എന്ന് പറയുന്നത്. അതുകൊണ്ട് കലയ്ക്ക് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയത്തിന് കലയുണ്ട്. അത് അവിഭാജ്യമാണ്. അത് ഒന്നിൽ നിന്ന് വേറൊന്നിനെ വേർപെടുത്താൻ കഴിയാത്തതാണ്. നന്ദി, നമസ്കാരം.